ഹേ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫെബ്രുവരി പ്ലാനറുമായിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ വന്നു. എപ്പോഴും ആ മാസം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് വരാറ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മാസം സെലക്ട് ചെയ്ത തീം എന്ന് പറഞ്ഞാൽ ബുക്സാണ്. ആദ്യം വാലൻറ്റൈൻസ് ഡേ തീം കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ ഫൈനലി ബുക്സാണ് സെലക്ട് ചെയ്തത്. ഒരു പേജായിട്ട് ബുക്സിൻ്റെ മേലെ ഒരു ടീ കപ്പ് വെച്ചിരിക്കുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഒരു ചെറിയ കോട്ടും എഴുതിയിട്ടുണ്ട്, റീഡിങ് ഇസ് ഡ്രീമിങ് വിത്ത് ഓപ്പൺ ഐസ്. അടുത്തത് ഒരു കുഞ്ഞ് കാലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗോൾസിന് ഒരു ഫോക്കസ് വരാൻ വേണ്ടിയുള്ളൊരു പേജാണ്. അപ്പോൾ മന്ത്ലി ഫോക്കസ് എന്നും പിന്നെ ഗോൾ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരയ്ക്കാനുള്ള മടിക്ക് ഞാൻ ചെയ്തൊരു കാര്യം, നമ്മൾ പിൻട്രസ്റ്റൊക്കെ നോക്കി ബുക്സിന് അനുയോജ്യമായ ഡൂഡിൽസ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുമായിരുന്നു ചെയ്തത്. ഇപ്രാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്ന പേജാണ് വെയ്റ്റ് ട്രാക്കിംഗ്. അപ്പോൾ ഈ മാസത്തെ വെയ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് എങ്ങനെയാണ് ഈ മന്ത് പോകുന്നത് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന സംഭവം ജാനുവരിയിൽ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മാസം കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഒന്ന് ശ്രമിക്കാം എന്ന് അപ്പോൾ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു പേജാണ്. അപ്പോൾ എങ്ങനെയാണ് വെയ്റ്റിൻ്റെ ഒരു അത് പ്രോഗ്രസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ മന്ത് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു കോട്ടും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്മോൾ പ്രോഗ്രസ് ഇസ് സ്റ്റിൽ എ പ്രോഗ്രസ്. അടുത്തത് വരുന്നത് ഹാബിറ്റ് ട്രാക്കർ. അതിലും ഞാൻ കഴിഞ്ഞ ജാനുവരി പ്ലാനറിൽ കൊടുത്ത ഹാബിറ്റ്സൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ട കുറച്ച് ഹാബിറ്റ്സ്, അപ്പോൾ എല്ലാ ദിവസവും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ടിക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു ബുക്സിൻ്റെ ഒരു ഡൂഡിലല്ല ഒരു പിക്ചർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ചെയ്ത ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോ ഹാബിറ്റിനനുസരിച്ചും 30 ഡേയ്സ് നമ്മൾ 15 ഈച്ച് റോസ് ആയിട്ടാണ് കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് 31 ഡേയ്സ് കൊടുക്കുമായിരുന്നു. ഇപ്രാവശ്യം 15 ഒരു ലൈനിൽ പിന്നെ 15 വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. മൂഡ് ട്രാക്കർ ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നോക്കി വരച്ചതാട്ടോ. അപ്പോൾ 3 സെക്ഷനായിട്ട് കൊടുത്തിട്ട് ഓരോ സെക്ഷനിലും 10 ബുക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തേൽ 8 ബുക്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് ഓരോ ബുക്ക് കളർ ചെയ്യാമല്ലോ. അപ്പോൾ ഏതൊക്കെ കളർ കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. ഇനി വരുന്നത് യൂട്യൂബ് ട്രാക്കർ. ഇത് വലിയ സംഭവമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെറിയ രീതിയിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ മന്ത് എന്തായാലും മൺഡേയ്സും ഫ്രൈഡേയ്സും എന്തായാലും ഒരു വീഡിയോ വെച്ച് ഇടണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ്സ് എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് വീഡിയോ ആണ് അതിനുള്ളൊരു സ്പേസും അതുപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും അതിനു വേണ്ടിയും ഞാനൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് കൂടുന്നത്. അത് ഞാനൊരു കോളം ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ എന്താണ് യൂട്യൂബിൽ ട്രാക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ബേസിക്കായിട്ട് ഇത്രയൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ അതിൻ്റെ താഴെ തന്നെ ന്യൂ ഐഡിയാസ്, അടുത്ത മന്തിന് വേണ്ടി എന്തെങ്കിലും ന്യൂ ഐഡിയാസ് അപ്പോൾ സ്ട്രൈക്ക് ചെയ്താൽ അവിടെ എഴുതിയെടുക്കാൻ വേണ്ടി ആ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മാസത്തെ പ്ലാനിങ് ബുള്ളറ്റ് ജേർണലിൽ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ മീൽ പ്ലാനിങ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ വീക്കിലും മീൽ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ വരച്ചുണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ മീൽ പ്ലാനിങ്ങിന് ഒരു സെപ്പറേറ്റ് പ്രിൻ്റ് എടുത്തിട്ട് അത് ഇതുപോലെ ഒരു ഫയലിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ബൈൻഡറൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ സ്ലോലി ഒരു ബൈൻഡറും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മീൽ പ്ലാനിങ് ഞാൻ അതിൽ ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ക്ലീനിങ് ട്രാക്കറും ഇതുപോലെ ഞാനൊരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെപ്പറേറ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും പയ്യെ ബുള്ളറ്റ് ജേർണലിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അത് നമ്മുടെ ബൈൻഡറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോലെ.
അപ്പോൾ ബൈൻഡറിൻ്റെയും ബുള്ളറ്റ് ജേർണലിൻ്റെയും ഒരു കോമ്പിനേഷൻ, 2 ബുക്സ് തന്നെ യൂസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പോകെ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളല്ല, നമ്മുടെ പ്ലാനറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ ബുക്സിൻ്റെ തീം. അപ്പോൾ ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് റീഡിങ്ങിന് ആക്ച്വലി ഇപ്പോൾ സമയം ഒരുപാട് കൊടുക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി നന്നായിട്ട് റീഡിങ് ചെയ്യണമെന്നുണ്ട്, ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. പണ്ട് ഒരുപാട് ഫിക്ഷൻ വായിച്ചിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി നോൺ ഫിക്ഷനാണ് വായിക്കുന്നത്. ഫിക്ഷനും വായിക്കണമെന്നുണ്ട്. ആക്ച്വലി ഫിക്ഷൻ വായിക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ശരി, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.